ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ബാനൂസ് വേൾഡ്. ഇന്ന് നമ്മൾ ഒരു പുഡിംഗ് ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. എഗ്ഗ് കാരമൽ പുഡിംഗ്. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി തവണ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു വീഡിയോ ആണ്. അവർ പറഞ്ഞിട്ടുള്ളത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അവർക്ക് പുഡിംഗ് തയ്യാറാക്കി എടുക്കാൻ പറ്റണമെന്നാണ്. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള എഗ്ഗ് കാരമൽ പുഡിംഗ് തയ്യാറാക്കുന്ന വിധമാണ് പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. ബിനു, റഹീന, റിനു, അങ്ങനെ ഒത്തിരി പേര്, നന്ദന, അങ്ങനെ ഒത്തിരി പേര് നമ്മോട് കമന്റ് ബോക്സ് വഴിയൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയണ്ട, വേഗം തന്നെ വീഡിയോയിലോട്ട് വരാം. അതിനു മുമ്പ് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൂടി വേണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് വരാം. ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പാല് വേണം. 1.5 കപ്പ് പാലാണ് ഞാൻ ഇതിനെടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത്. 1 കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. വാനിലയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കാരമൽ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഒന്ന് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തു. അതിനുശേഷം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ കാരമൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ കാരമൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കാരമൽ തയ്യാറാക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കണം. അത് പഞ്ചസാര നമ്മളിത് മെൽറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കാരമൽ ഇവിടെ നല്ല ഗോൾഡൻ കളറായി വന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് വേഗം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്, ബൗളിലാണെങ്കിൽ അങ്ങനെ, സ്റ്റീൽ പാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിലേക്ക് വേഗം തന്നെ ഇത് ഒഴിച്ചിട്ട് കൊടുക്കണം. ഏത് പാത്രത്തിലാണ് നമ്മൾ പുഡിംഗ് തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്കാണ് നമ്മളിത് കാരമൽ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് വേഗം തന്നെ ഇവിടെ സെറ്റ് ആവും. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ആ കാരമൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരമൽ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചുറ്റിച്ചു കൊടുക്കുന്ന ഭാഗത്തൊക്കെ ആ കളറിൽ നമ്മൾ ഇതുപോലെ ഞാനൊന്ന് ചുറ്റിച്ചു കൊടുത്തു. ഇനി നമുക്കിത് അവിടെ വെക്കാം. ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമ്മൾ ആദ്യം തന്നെ 3 മുട്ടയും പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബീറ്റർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് സ്പൂൺ വെച്ചോ എങ്ങനെ വേണമെങ്കിലും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഒന്നുകൂടെ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുത്തു. ഇത് നമുക്കൊരു
വാനിലയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി അതൊന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ മധുരമൊക്കെ ഒന്ന് നോക്കാം. മധുരം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തു. നമ്മൾ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ നമുക്കൊരു പ്ലേറ്റ്, സാധാരണ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിന്റെ മുകളിൽ വെച്ചാലും മതി. ഇപ്പോൾ സ്റ്റാൻഡ് എൻ്റെ കയ്യിലുള്ള കാരണം ഞാൻ ആ സ്റ്റാൻഡ് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു. സ്റ്റാൻഡ് ഇല്ലാത്തവർ പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കുക. നമുക്ക് ഈ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. ഞാനൊരു പാത്രത്തിൽ, വേറൊരു പാത്രത്തിൽ ഞാൻ വേറൊരെണ്ണം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓവനിലും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. നേരെ അത് ഓവനിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിങ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് സ്റ്റീം ചെയ്യുന്ന രൂപത്തിൽ കാണിച്ചു തരുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പുഡിങ് ആണ് അവർ ആവശ്യപ്പെട്ടത്. അത് കാരണം ഇങ്ങനെയൊന്നും കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി അരിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്റർ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം. നമുക്കിതൊരു ലിഡ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ ഞാൻ കാരമൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് ഓവനിലേക്കും വെക്കാം. ഞാനത് വേറൊരു വലിയ ബൗളിലാണ് വെച്ചിട്ടുള്ളത്. നമുക്കത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു ബൗളിലാണ് ഞാൻ ഓവനിലേക്ക് വെക്കാനുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ബാറ്റർ ഒഴിച്ചിട്ട് ഓവനിലേക്ക് വെക്കാം. നമ്മളത് ഓവനിൽ വെച്ച് കൊടുത്തു. അതൊരു 15 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ എഗ്ഗ് കാരമൽ പുഡിങ് എന്തായിട്ടുണ്ടെന്ന് നോക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കിയേക്കാം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ ഈർക്കിളോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. അതിന്മേ അതിങ്ങനെ പോരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായിട്ടില്ല. അപ്പം ഒത്തിരി നേരം കൂടെ നമ്മളത് വെച്ച് കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അതിമോ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കത് പുറത്തേക്ക് എടുക്കാം. ഞാനൊരു സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ടൊന്നിങ്ങനെ ജസ്റ്റ് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിമേലൊന്നും വരുന്നില്ല. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് പുറത്തേക്ക് എടുത്തതിന് ശേഷം ഒന്ന് സെർവ് ചെയ്യാം. നമ്മുടെ കാരമൽ എഗ്ഗ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡിലൂടെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മളതൊരു പ്ലേറ്റിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഞാനത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തു. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, ഇനി നമുക്കിതൊന്നിങ്ങനെ ചുറ്റിച്ചൊന്ന് ഭംഗി വരുത്താം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ എഗ്ഗ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഭംഗി വരുത്തണം. അതിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്തയും ബദാമും കൂടി ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ അതിന്റെ മുകളിൽ ബദാമും പിസ്തയും കൂടെ പൊടിച്ചത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. നല്ല തണുത്ത് കഴിക്കുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് വരുന്നത്. ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ വേണേലും കഴിക്കാം. അപ്പം ഞാനിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ കാരമൽ പുഡിങ് നമുക്ക് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ നമ്മൾ തണുപ്പിച്ചൊക്കെ എടുത്ത് നമ്മുടെ എഗ്ഗ് കാരമൽ പുഡിങ് സെർവ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരിതും കൂടിയാണ്. ശരിക്കും നല്ല ടേസ്റ്റ് കൂടിയാണ്. നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. വളരെ ടേസ്റ്റ്. നമ്മൾ നാവിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്നൊരു ടൈപ്പ് പുഡിംഗ് ആണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം.
അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം ബാനൂസ് വേൾഡ്.